ബഹുമാനപ്പെട്ട സദസ്സിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനൊട്ടും പ്രതീക്ഷിച്ചതല്ല നിങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന്. ഏതായാലും എന്നെ വിളിച്ച സ്ഥിതിക്ക് ഞാനും മൊയ്തീൻകുട്ടി സാഹിബും തമ്മിലുള്ള ബന്ധവും ഈ അറബിക് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ബന്ധവും അതിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനിവിടെ വരുമ്പോൾ അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായി ചേരുമ്പോൾ ആകെ 3 അധ്യാപകരാണ് ഉണ്ടായിരുന്നത്. നദ്വി സാഹിബ്, ഇ കെ ഹമ്മൂദ് സാഹിബ്, പിന്നെ ഞാൻ. അതിന് ശേഷമാണ് മറ്റു പലരും വന്നിട്ടുള്ളത്. മൊയ്തീൻകുട്ടി സാഹിബുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇവിടെ ജോയിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് അറബി കോളേജിൽ ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു. ഞാൻ സബ്ജക്റ്റ് എക്സ്പെർട്ടായിരുന്നു. അന്ന് അദ്ദേഹം ക്ലാസ് എടുത്തത് സൂറത്തുൽ ഫാത്തിഹയാണ്. മാനേജ്മെൻറ്റ് മെമ്പേഴ്സും അധ്യാപകരും അതിൽ സന്നിഹിതരായിരുന്നു. ഇദ്ദേഹം സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം പറഞ്ഞത് കേട്ട് അവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇത്രയും ചെറിയ ഒരു മനുഷ്യനിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായി? അപ്പോൾ എനിക്ക് തോന്നിയത്, പണ്ട് ഒരു മലയാളം കവി ആകാരമോ ഹ്രസ്വ ന ആകാരമോ ദീർഘ എന്ന ആ കവിതയായിരുന്നു ഓർമ്മ വന്നത്. പിന്നീട് അതിനെ സംബന്ധിച്ച് കൂടുതൽ ചിന്തിച്ചപ്പോൾ അറബിയിലെ ഒരു പഴഞ്ചൊല്ല്, റൂഹുൻ കബീർ ഫി ജിസ്മിൻ സഗീർ, ചെറിയ ശരീരത്തിൽ വലിയ ഒരു റൂഹ് ഉൾക്കൊള്ളുന്നുവെന്ന്. വളരെയധികം കഴിവ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ആ കഴിവ് ഈ യൂണിവേഴ്സിറ്റിയിലും പൊതുരംഗത്തും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, സിജി എന്നൊരു സംഘടനയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ വലങ്കൈയായി പ്രവർത്തിച്ചത് എ.ബി. മൊയ്തീൻകുട്ടി സാഹിബായിരുന്നു. സിജി നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഞാൻ ഇസ്ലാമിക് ചെയറിൽ വിസിറ്റിംഗ് പ്രൊഫസറായി ജോലി ചെയ്തിരുന്ന കാലത്ത് ധാരാളം പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം നേതൃത്വം വഹിച്ചിരുന്നത് എ.ബി. മൊയ്തീൻകുട്ടി സാഹിബാണ് എന്ന് എനിക്ക് ഉറക്കെ പറയുവാൻ ആഗ്രഹം തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.